ഹലോ ഡിയേഴ്സ്, രാവിലെ നമ്മൾ പതിവായി കഴിക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നും ഇഡ്ഡലിയും ദോശയും പുട്ടൊക്കെ കഴിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാക്ക് ഇടയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതല്ലേ. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഈ സ്നാക്ക് ഒരു പീസ് കഴിച്ചാൽ ഒരാൾക്ക് മതിയാകും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് മാവ് കുഴച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് നേരിയ ചൂടുള്ള വെള്ളം ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുക. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈസ്റ്റൊക്കെ നല്ലതുപോലെ പൊങ്ങി വരും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റൊക്കെ നല്ലതുപോലെ പൊങ്ങിയിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് അളവിൽ യോഗേർട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 കപ്പ് അളവിൽ പൊടി ചേർക്കാം. ഞാൻ മൈദമാവാണ് ചേർത്തിരിക്കുന്നത്. ഗോതമ്പ് മാവാണെങ്കിലും ചേർക്കാം. ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് മാവൊക്കെ നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം. ഇനി കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. 4-5 മിനിറ്റ് കുഴച്ചാൽ നല്ല സ്മൂത്തായിട്ടുള്ള മാവ് നമുക്ക് കുഴച്ചെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഇപ്പോൾ ഞാൻ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ മാവ് കുഴക്കാൻ തുടങ്ങിയിട്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സ്മൂത്ത് മാവ് ഇപ്പോൾ നമുക്ക് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് 1 മണിക്കൂർ പൊങ്ങാൻ മാത്രം വെച്ചാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് വെക്കുകയാണെങ്കിൽ 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം വീണ്ടും കുഴച്ചെടുത്തിട്ട് വെക്കേണ്ടി വരും. ഇതിപ്പോൾ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം മൂടി വെച്ച് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഇത് പാകത്തിന് പൊങ്ങിക്കിട്ടും. അപ്പോൾ നമുക്കിത് മൂടി വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം മാവ് നല്ലതുപോലെ പൊങ്ങിയിരിക്കുകയാണ്. നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് ഒന്ന് പാത്രത്തിൽ നിന്ന് വെടിവെച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പലകയിലേക്ക് കുറച്ച് മൈദ തൂവിയതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ മാവ് വെച്ച് കൊടുക്കാം. കുറച്ചുകൂടി പൊടി തൂവിയതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടും മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊടി പറ്റിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ മാവ് നന്നായിട്ട് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഓരോ ഭാഗവും നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് ഓരോന്നും ഒന്ന് പരത്തിയെടുക്കാം. ഇതിൽ ഒരെണ്ണം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പലകയിലേക്ക് അല്പം പൊടി തൂവി കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഒരു മീഡിയം ചപ്പാത്തിയുടെ വലിപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. ഒരെണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഈ പാത്രത്തിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്തതും കൂടി ഒന്ന് പരത്തിയെടുക്കാം. കുറച്ച് കട്ടിയിലാണ് കേട്ടോ ഇത് പരത്തിയെടുക്കേണ്ടത്. രണ്ടാമത്തത് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പരന്ന പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പലകയിലേക്കോ എടുത്ത് വെച്ചിട്ട് മാറ്റി വയ്ക്കാം. ആദ്യം പരത്തി വെച്ച പാത്രം എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച്
ഗ്രേറ്റ് ചെയ്ത ചീസ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ചീസ് വെച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ചിക്കൻ ഫില്ലിങ്ങോ അല്ലെങ്കിൽ ബീഫ് കൊണ്ടുണ്ടാക്കിയ ഫില്ലിങ്ങോ വെച്ച് കൊടുക്കാം. വെജിറ്റബിൾ മാത്രം കൊണ്ടുണ്ടാക്കിയ ഫില്ലിങ് നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ് ആവശ്യത്തിന് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയോ വെജിറ്റബിളൊക്കെ സ്ലൈസ് ചെയ്തതൊക്കെ ഇതിൻ്റെ പുറത്തേക്ക് വെക്കാം കേട്ടോ. ഇനി രണ്ടാമത് പരത്തിയത് നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ എയറൊക്കെ കളഞ്ഞതിന് ശേഷം അരികെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നനഞ്ഞ തുണി കൊണ്ടൊന്ന് കവർ ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റിന് ശേഷം തുറന്ന് ഇതുപോലത്തെ ചെറിയ ഫോർക്കിൻ്റെ ഹാൻഡിൽ ഭാഗം കൊണ്ട് നമുക്കൊന്ന് പോക്ക് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കാം. എല്ലായിടത്തും ഇതുപോലെ കുറച്ച് അകലത്തിൽ കുത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് എഗ് യോക്ക് പുരട്ടി കൊടുക്കാം. എഗ് യോക്കിൽ അല്പം എണ്ണയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്ത് ഇതിൻ്റെ പുറത്തേക്ക് പുരട്ടി കൊടുക്കുന്നത്. എല്ലായിടത്തും നല്ലതുപോലെ പുരട്ടിയതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മളിത് റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഇത് ബേക്ക് ചെയ്യേണ്ട പാത്രം സ്റ്റവിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി വെച്ചിരിക്കണം. ഇപ്പം ഞാനൊരു പോട്ട് നന്നായിട്ട് ചൂടാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പുറത്തൊരു ഗ്രില്ല് ചെയ്യുന്ന ട്രേ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ഈ പാത്രം വെച്ച് കൊടുക്കുന്നത്. ഇനി മൂടി വെച്ച് 30-35 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ബേക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇത് കുക്കായിട്ടുണ്ട്. 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എടുത്താൽ കുറച്ചുകൂടി ലൈറ്റ് കളറിലിരിക്കും. ചൂടായിരിക്കുമ്പോൾ തന്നെ പാനിൽ നിന്ന് നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. വളരെ സോഫ്റ്റായിട്ടുള്ളൊരു സ്നാക്കാണിത്. നല്ല ഹെൽത്തിയുമാണ്. രാവിലെ പുട്ടും കറിയും ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കുന്നതിലും വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഒത്തിരി സാധനങ്ങളൊന്നും വേണ്ട. ഫില്ലിങ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി നേരത്തെ വെച്ചിട്ട് നമുക്ക് രാവിലെ ചെയ്യാവുന്നതാണ്. തലേദിവസമൊക്കെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു വെറൈറ്റി സ്നാക്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.